ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 5-ാം തീയതി. ഇന്ന് നമ്മൾ ഓർക്കുന്ന ഒരു വിശുദ്ധനുണ്ട്. വിശുദ്ധ പ്ലാസിഡും കൂട്ടരും രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധരാണ്. വിശുദ്ധ പ്ലാസിഡും കൂട്ടരും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തണലിൽ വളർന്നവരാണ്. വിശുദ്ധ ബെനഡിക്റ്റ് സുബലാക്കയിൽ താമസിക്കുമ്പോൾ നാട്ടുകാർ പലരും തങ്ങളുടെ കുട്ടികളെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കാറുണ്ടായിരുന്നത്രേ. അങ്ങനെയാണ് മൗറൂസ് എന്നു പേരുള്ള ഒരു 12-കാരനും പ്ലാസിഡ് എന്നു പേരുള്ള ഒരു 7-കാരനും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൂടെ താമസിക്കാനിടയായത്. അങ്ങനെ ഈ 2 കുട്ടികളും പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കൂടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. പ്ലാസിഡ് എന്ന് പറയുന്ന കുട്ടി ആശ്രമത്തിനരികെയുള്ള കുളത്തിൽ വീണു. മുറിയിൽ നിന്നും കാര്യം ഗ്രഹിച്ച് വിശുദ്ധ ബെനഡിക്റ്റ് മൗറൂസിനോട് പറഞ്ഞു ഓടിപ്പോയി പ്ലാസിഡിനെ രക്ഷിക്കാൻ. മൗറൂസ് ഓടിയെത്തപ്പോൾ പ്ലാസിഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ അത്ഭുതകരമായ വരമാണതെല്ലാം. അങ്ങനെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സംരക്ഷണത്തിൽ 2 കുട്ടികളും പുണ്യത്തിൽ വന്ന് പിന്നീട് പ്ലാസിഡിനെ ഒരു ആശ്രമത്തിൻ്റെ ആബട്ടായി നിയമിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ സന്തോഷിക്കാനുള്ളൊരു വകയുള്ളത് വിശുദ്ധ പ്ലാസിഡിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്ന തത്വങ്ങളാണ്. പ്രായശ്ചിത്തവും ഏകാന്തതയുമാണ് സന്യാസത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കിയ പ്ലാസിഡ് ഈ ചൈതന്യം തൻ്റെ ആശ്രമത്തിൽ സംരക്ഷിച്ചു പോന്നു. പ്രായശ്ചിത്തവും ഏകാന്തതയും. അപ്പോൾ സന്യാസം എന്ന് പറയുന്നത് വേണമെങ്കിൽ സ്വന്തം വീട്ടിലും ഉണ്ടാകാം. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് പ്രായശ്ചിത്തമാകും. വീട്ടിൽ എത്ര ആളുകളുണ്ടെങ്കിലും ഒരുതരം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവർ സന്യാസ ആശ്രമത്തിലാണെന്ന് ചുരുക്കത്തിൽ. അപ്പോൾ സന്യാസത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ പ്രായശ്ചിത്തവും ഏകാന്തതയുമാണ്. വിശുദ്ധ പ്ലാസിഡിൻ്റെ അന്ത്യം വളരെ സങ്കടകരമായിരുന്നു. കാരണം ആഫ്രിക്കൻ കാട്ടുജാതിക്കാർ സിസിലിയിലേക്ക് കടന്നു വന്ന് ക്രിസ്തുമതത്തോടുള്ള വെറുപ്പ് മൂലം പ്ലാസിഡിനെയും കൂട്ടുകാരെയൊക്കെ വാളിനിരയാക്കി ആശ്രമത്തിന് തീ കൊളുത്തി. 30 സന്യാസികൾ അങ്ങനെ മരിച്ചു എന്ന്. അതിൽ പ്ലാസിഡിൻ്റെ 2 സഹോദരന്മാരും അദ്ദേഹത്തെ അന്ന് സന്ദർശിക്കാൻ വന്ന സഹോദരിയും കൊല്ലപ്പെട്ടു. എന്തായാലും വിശുദ്ധ പ്ലാസിഡിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ ഏറെ വക കിട്ടാറുണ്ട്. കാരണം സഹനങ്ങളാണ് പ്രായശ്ചിത്തമെന്നും എല്ലാവരും ഉണ്ടായാലും ഒറ്റപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ആ ഏകാന്തതയാണ് സന്യാസമെന്നും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വലിയ വലിയ മണിമന്ദിരങ്ങളിൽ താമസിക്കുന്ന എത്ര മക്കൾ സന്യാസ ആശ്രമം പോലെ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? എന്തായാലും ഒരു കാര്യം നമുക്ക് സന്തോഷത്തിന് വകയുള്ളതാണ്. വിശുദ്ധ ഇസിദോറിൻ്റെ വാക്കുകൾ: സഹനങ്ങൾ നമ്മെ തരം താഴ്ത്തുകയില്ല, ഉയർത്തുകയേ ഉള്ളൂ. കഷ്ടതകൾ നിങ്ങൾക്ക് ഒരു പാഠമാകുന്നു, അവ നിങ്ങളെ നശിപ്പിക്കുകയില്ല. ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് ഉറപ്പാണ് സ്വർഗം. ഇന്ന് കൂടുതൽ സങ്കടപ്പെടുന്നവർക്ക് കൂടുതലായിരിക്കും ഭാവിയിൽ ആനന്ദം. ഈ വാക്യങ്ങൾ ഒന്ന് എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കിയാലേ ഒരു സഹനത്തിലും നമ്മൾ പതറില്ല. സഹനത്തിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാക്കും. പിന്നെ ഈ ലോകത്തിൽ പലരും ഇങ്ങനെ സുഖിക്കുന്നു, എന്തേ പ്രാർത്ഥിക്കുന്നു, നമുക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് പലരും വരുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് ഉറപ്പാണ് സ്വർഗം. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി പറഞ്ഞ് ഞാൻ നോക്കി. ഈ ലോകത്തിൽ കഷ്ടപ്പാടില്ലാത്തവരെ നിങ്ങൾ നിർഭാഗ്യവാന്മാർ,
കാരണം സ്വർഗം അവരിൽ നിന്ന് അകന്ന് ഇരിക്കുകയാണ്. സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലേ? നമുക്ക് സഹനങ്ങളിൽ ഇതോർക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സഹനം വരുമ്പോൾ ഒട്ടും ഭയക്കരുത്. അത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നാണ് പല വിശുദ്ധരും പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒക്ടോബർ 5-ാം തീയതിയിലെ മാലാഖമാരുടെ വണക്കമാസം ധ്യാനിക്കാം. ദാനിയേൽ 19:22 നിന്നെ പഠിപ്പിക്കുന്നതിനും ഗ്രഹിപ്പിക്കുന്നതിനുമായി ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ധ്യാനം, രാജദീർഘദർശിയായ ദാവീദ് ദൈവസ്നേഹത്താൽ മുഴുവനും എരിഞ്ഞ് അതിയായ ശുഷ്കാന്തിയോടെ സർവേശ്വരൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ ദോഷങ്ങളൊക്കെ തെറ്റുകളൊക്കെ നീക്കാനുള്ള സഹായത്തെ, അതുപോലെ എൻ്റെ അറിവിനെ ശ്രേഷ്ഠമാക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ ദൈവം പരിശുദ്ധ മാലാഖയെ നമുക്കൊക്കെ ഗുരുവായിട്ട് തന്നിട്ടുണ്ടെന്ന്. ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാലാഖയാണ് നമ്മെ സഹായിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാലാഖയാണ് നമ്മുടെ കരങ്ങൾ പിടിക്കുന്നത്. നമ്മൾ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാലാഖയാണ് നമുക്ക് ചെയ്യാനുള്ള ശക്തി തരുന്നത്. എല്ലാതും നമ്മുടെ മാലാഖയാണ് ചെയ്യുക. കാരണം ദൈവം അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മെ നോക്കാൻ. ആ മാലാഖയെ നമ്മളൊരിക്കലും മറന്നു കളയരുത്. ഇന്നത്തെ ദൃഷ്ടാന്തം നമുക്ക് നോക്കാം. കാവൽ മാലാഖ നമ്മുടെ ഗുരുനാഥനാകുന്നു. ഈ സത്യം തെളിയിക്കുന്ന ഒരു സംഭവം വിശുദ്ധ അന്തോണീസ് ബാവായുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈ പുസ്തകം പഴയ ഭാഷാശൈലിയിലായതുകൊണ്ട് അത് വായിക്കുമ്പോൾ കുറച്ച് മാറ്റമുണ്ടാകും കേട്ടോ. ഈ പുസ്തകത്തിൽ കാണുന്ന പോലെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ വിശുദ്ധ അന്തോണീസ് ബാവയുടെ ജീവചരിത്രത്തിൽ കാണുന്നത് എന്തെന്നാൽ, ഈ പരിശുദ്ധ വനവാസി ഒരിക്കൽ തൻ്റെ ഏകാന്ത വസതിയിലിരിക്കുമ്പോൾ മടി എന്ന ദുർഗുണത്തിൻ്റെ പരീക്ഷ അദ്ദേഹത്തിന് ശക്തിയായിട്ടുണ്ടാവുകയും മറ്റു പലവിധമായ തോന്നലുകൾ തൻ്റെ ബോധത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്തിരുന്നു. അപ്പോൾ വിശുദ്ധ അന്തോണീസ് ദൈവത്തിൻ്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അപേക്ഷിച്ചു: എൻ്റെ കർത്താവേ, എനിക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ സത്യമായ ആഗ്രഹമുണ്ടെന്നുള്ളതും അങ്ങേക്ക് ബോധ്യമാണല്ലോ. എങ്കിലും ഓരോ വിചാരങ്ങളും മോശമായ പരീക്ഷകളും എന്നെ ബാധിച്ച് എൻ്റെ ശുദ്ധ കരുതലിന് തടവ് ചെയ്യുന്നു. ആകയാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങയോട് ഞാൻ സാധ്യമായി അപേക്ഷിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വിസ്മയകരമായ കാഴ്ചയുണ്ടായി. ഒരാൾ ഇരുന്ന് കുറേ നേരം കയറ് പിരിക്കുന്നു. പിന്നീട് ആ വേല നിർത്തി മുട്ടിന്മേൽ നിന്ന് ജപം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മുമ്പിലത്തെ വേല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് താൻ എന്ത് ചെയ്യണം എന്ന് തന്നെ പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം കൽപ്പിച്ചയച്ച ഒരു മാലാഖയാണെന്ന് ആ വിശുദ്ധന് മനസ്സിലായി. അപ്പോൾ മാലാഖ വിശുദ്ധ അന്തോണീസിനെ നോക്കി പറഞ്ഞു: അന്തോണിയാസേ, ഞാൻ ചെയ്തതുപോലെ നീയും ചെയ്തു കൊള്ളുക. എന്നാൽ മടിയുടെയും മറ്റ് ദുർഗുണങ്ങളുടെയും പരീക്ഷയിൽ നിന്നും നീ സ്വതന്ത്രനാവുകയും നിത്യരക്ഷയെ പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ഈ മാലാഖ മറഞ്ഞുപോയി. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നിൻ്റെ എത്രയും നല്ല ഗുരുനാഥനായ കാവൽ മാലാഖയുടെ മാതൃക അനുസരിച്ച് നിൻ്റെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നിൻ്റെ വേലകളിൽ കൂടെയും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ പക്കലേക്ക് നിൻ്റെ ഹൃദയത്തെ ഉയർത്തി ജപം ചെയ്യുകയും വേണം. ഇപ്രകാരം ചെയ്താൽ പിശാചിൻ്റെ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുന്നതല്ല. ഇന്നത്തെ ജപം: ദൈവത്തിൻ്റെ പരിശുദ്ധ മാലാഖയെ, ഞാൻ എൻ്റെ ഗുരുനാഥനായ അങ്ങേ സതുപദേശങ്ങൾക്ക് ഇന്നാൾ വരെയും ചെവി കൊടുക്കാതെ നടന്നതിനെ പറ്റി അത്യന്തം വ്യസനിക്കുന്നു. എന്നാൽ മേലിൽ ഇപ്രകാരം ഞാൻ ചെയ്യുകയില്ല. എൻ്റെ കഴിഞ്ഞ നന്ദികേടിനെക്കുറിച്ച് പ്രലപിക്കുന്നു. ഇന്നു തൊട്ട് നിൻ്റെ ഗുണദോഷം പോലെ ഒരു നല്ല ജീവിതം കഴിക്കാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ ഹാജരായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ എന്നെ പഠിപ്പിക്കണമേ. അവയെ ഗ്രഹിക്കുന്നതിന് എനിക്ക് ബുദ്ധി തരണമേ.
രാപ്പകൽ എൻ്റെ ഇമ്പമേറിയ ധ്യാനവിഷയം ദൈവപ്രമാണങ്ങളും കൽപ്പനകളുമായിരിക്കാൻ തക്കവണ്ണം അവ എത്രയോ മാധുര്യമുള്ളവയും സത്യമുള്ളവയുമാണെന്ന് എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നെ മുഴുവനും അങ്ങേ കൈകളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നേൻ. അങ്ങ് എന്നെ ഭരിച്ച് നടത്തിക്കൊള്ളണമേ. ദൈവത്തിൻ്റെയും അയൽക്കാരൻ്റെയും നേരെയുള്ള എൻ്റെ കടങ്ങളെ ഞാൻ വേണ്ടും വണ്ണം ഗ്രഹിപ്പാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. ഇന്നത്തെ സുഹൃത് ജപം. കർത്താവിൻ്റെ മാലാഖയെ എൻ്റെ ഹൃദയം മുഴുവനും ഈശോയുടേതാക്കണമേ. ഇന്നത്തെ സൽക്രിയ. നിന്റെ പരിശുദ്ധ മാലാഖയുടെ ഉപദേശങ്ങൾ അനുസരിപ്പാൻ നീ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കൂടെ മാലാഖയോട് ഉണർത്തിച്ചു കൊള്ളുക. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ സൽക്രിയയും സുഹൃജപവും 3 സ്വർഗസ്ഥനായും 3 നന്മ നിറഞ്ഞ മറിയുമയും ചൊല്ലാൻ ശ്രമിക്കാം. കുറേയേറെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും ഓരോ ദിവസവും. എങ്കിലും ഈ ഒക്ടോബർ മാസം പ്രത്യേകം മാലാഖമാരെ ബഹുമാനിക്കുന്നതിന് നമ്മൾക്കിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ പാട്ടുകളും പാടാം. മാലാഖയെക്കുറിച്ചുള്ളൊരു പ്രസിദ്ധമായൊരു പാട്ടാണല്ലോ, മാലാഖേ മാലാഖേ എൻ്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരേണമേ. ആ പാട്ട് നമ്മളെപ്പോഴും പാടി നടന്നാൽ മാലാഖ വരും നമ്മുടെ സംരക്ഷണത്തിനും ശുശ്രൂഷയ്ക്കുമൊക്കെ ആയിട്ട്. കൂട്ടുകാരെ, ഒക്ടോബർ മാസം ജപമാല മാസം. ജപമാല റാണി എപ്പോഴും ഓർക്കാം. മാലാഖമാരുടെ രാജ്ഞിയാണ് അവൾ എന്നുകൂടെ ഓർക്കാം. മാലാഖമാരുടെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നോക്കി പരിശുദ്ധ ജപമാല നമുക്ക് ചൊല്ലാം. മാലാഖ അതെല്ലാം മാലാഖയുടെ കൈകളിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകും. ലോകസമാധാനത്തിന് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും നമുക്കിത് കാഴ്ചവെക്കാം. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാലാഖയുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.